പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പൈതൽമല ട്രക്കിംഗ് ആണ്. ഞങ്ങൾ തലേ ദിവസം തന്നെ പൈതൽമലയിലുള്ള ഒരു ഗ്രീൻ റിസോർട്ടിൽ ഒരു ഹോം സ്റ്റേ ആണ്, അവിടെയാണ് താമസിച്ചത്. വളരെ നല്ല ഒരു ആംബിയൻസിലുള്ള ഒരു ഹോം സ്റ്റേ തന്നെയായിരുന്നു. 2 ബെഡ്റൂം, ഒരു ഡൈനിങ് ഹാള്, കിച്ചണ് അടക്കം. ഈ ഹോം സ്റ്റേയുടെ മുറ്റത്തു നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു സീനറി തന്നെയാണ് കാണുന്നത്. ആ പുലർക്കാലത്തുള്ള ആ വ്യൂ വളരെ അതിമനോഹരമായ ഒരു വ്യൂ തന്നെയാണ്. എല്ലാവരും രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി പൈതൽമല ട്രക്കിംഗ് ആരംഭിക്കുന്ന ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് യാത്ര തുടങ്ങി. റിസോർട്ടിൽ നിന്നും ആകെ ഒരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ ഈ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലേക്ക്. ഇവിടെ നിന്നാണ് നമ്മൾ ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ഈ പോയിന്റിൽ നിന്നും ഇവിടെ നമ്മുടെ രേഖകളൊക്കെ കൊടുത്ത് നമ്മളെ കൈവശമുള്ള പ്ലാസ്റ്റിക്കൊക്കെ അവിടെ ഏൽപ്പിച്ച് വേണം നമ്മൾ യാത്ര തുടങ്ങാൻ. നമുക്ക് വാട്ടർ ബോട്ടിലുകൾ കൊണ്ടുപോകാൻ അനുവാദമുണ്ട്. അത് നമ്മളെന്ത് ചെയ്യണം, നമ്മളെ കൈവശം എത്ര വാട്ടർ ബോട്ടിലുണ്ട് അന്ന് കണക്ക് അവിടെ കൊടുക്കണം. തിരിച്ച് വരുന്ന സമയത്ത് ആ വാട്ടർ ബോട്ടിൽ അത്രയും ബോട്ടിലുകൾ നമ്മൾ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടാണ് നമ്മളിവിടുന്ന് പറഞ്ഞയക്കുക. പൈതൽമല ട്രക്കിംഗ് വളരെ ചെറിയൊരു ട്രക്കിംഗ് ആണ്. 2.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് വാച്ച് ടവറിൻ്റെ അവിടേക്ക് ഉള്ളത്. നമ്മൾ കഴിഞ്ഞ യാത്ര മൂടൽമല ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 10.5 കിലോമീറ്റർ ദൂരം നമ്മൾ കാട്ടിനുള്ളിലൂടെ അപ്പ് ആൻഡ് ഡൗൺ നടന്നിട്ടുണ്ട്. അതിനപേക്ഷിച്ച് വളരെ ചെറിയൊരു ട്രക്കിംഗ് ആണ് ഈ പൈതൽമല ട്രക്കിംഗ്. നിരവധിയായ ആളുകൾ ഇവിടെ ട്രക്കിങ്ങിന് വരുന്നുണ്ട്. വിത്ത് ഫാമിലി വരുന്ന ആളുകളുണ്ട്, കപ്പിൾസുകൾ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും വരുന്ന, ടൂറിസ്റ്റുകളും വരുന്ന ഒരു പോയിൻ്റാണ് ഈ പൈതൽമല എന്ന് പറയുന്നത്. ഈ പൈതൽമലയുടെ ചരിത്രവും മറ്റും ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നുണ്ട്. ഇവിടുത്തെ വാച്ചറായിട്ടുള്ള ആൻ്റണി ചേട്ടൻ വളരെ വിശദമായി തന്നെ ഇവിടുത്തെ ചരിത്രവും ഇവിടുത്തെ മറ്റു എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ വീഡിയോ മുഴുവൻ കാണണം. അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം.
നമ്മൾ ഈ കാട്ടിലൂടെ ട്രെക്കിംഗ് നടത്തുമ്പോൾ സത്യത്തിൽ നമുക്ക് ഒരു എക്സ്ട്രാ എനർജി നമ്മുടെ ശരീരത്തിൽ ബൂസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ തിരക്കിട്ട നഗര ജീവിതത്തിൽ നിന്നെല്ലാം മാറി നമ്മൾ വാഹനങ്ങളില്ലാതെ യാതൊരു പൊല്യൂഷനുമില്ലാത്ത ഒരു ഇടത്തിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ നല്ല ശുദ്ധവായു ശ്വസിച്ച് നമ്മളെ ശരീരത്തിനും മനസ്സിനും വളരെയധികം സന്തോഷം പകരുന്ന, ഉന്മേഷം പകരുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ട്രെക്കിംഗ് എന്ന് പറയുന്നത്. അട്ട കടിച്ചിട്ട് മരിക്കൊന്നുമില്ല ആരും. അത് കുറച്ച് ഉപ്പ അല്ലെങ്കിൽ സാനിറ്റൈസർ കയ്യിൽ നിന്ന് ഞാൻ അടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് വയറ് നിറഞ്ഞു കഴിഞ്ഞാലേ അത് ആന വീണ് പോയിക്കോളും. അവരടുത്ത് ലൈറ്റർ വേണ്ടേ? ഈ പൈതൽമല ട്രക്കിങ്ങിൽ നമുക്കൊരു ഗൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ വ്യക്തമായ ഒരു വഴി തന്നെയുണ്ട്. ആ വഴിയിലൂടെ നമ്മളങ്ങ് നടന്നാൽ നമുക്ക് 2.5 കിലോമീറ്റർ അപ്പുറത്ത് വാച്ച് ടവറിലെത്താൻ പറ്റും. ഏകദേശം 1.5 കിലോമീറ്റർ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഈ നിബിഡമായ വനം അവസാനിക്കുകയാണ്. പിന്നെ ഒരു മൊട്ടക്കുന്നാണ്. ആ മൊട്ടക്കുന്നിലൂടെ നമുക്ക് ഏകദേശം നമ്മൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് തന്നെ 1 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ ആ വാച്ച് ടവർ കാണാൻ പറ്റും. ഒരു കുത്തനെയുള്ള ഇറക്കം ഇറങ്ങി പിന്നെ ഒരു കുത്തനെയാണ് കയറ്റം കയറിയാൽ നമ്മൾ ആ വാച്ച് ടവറിലെത്തും. ആ രീതിയിലാണ് ഇവിടുത്തെ ഭൂപ്രകൃതി. ഇങ്ങോട്ടെത്തുന്ന സമയത്ത് വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഭൂപ്രകൃതി തന്നെയാണ്. നമുക്ക് വളരെ ഭംഗിയായിട്ട് ചുറ്റുമുള്ള മലനിരകൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. അങ്ങകലെ കാണുന്ന ആ കുന്നത അതിൻ്റെ മുകളിലാണ് വാച്ച് ടവർ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ താഴോട്ട് കുത്തനെ ഇറങ്ങി പിന്നെ ആ കുന്ന് കയറി പോയാലാണ് നമ്മൾ വാച്ച് ടവറിലെത്തുക.
പിന്നെ വേഗട്ടാ പിന്നെ വയല ഇവിടുന്നൊക്കെ എനിക്ക് മുക്കുണ്ട്. നമ്മളെ ആ കാണുന്ന എന്തൊരു മനോഹാരിതയാണ്. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങനെ ഇറങ്ങി വന്നത് കേട്ടാ, ആ കുന്നിൻ്റെ മുകളിൽ നിന്ന്. നമ്മളിതാ വാച്ച് ടവറിൻ്റെ അടുത്തെത്താനായി. വളരെ ഭംഗിയുള്ള സീനറി തന്നെയാണ്. ഈ കാണുന്നതാണ് വാച്ച് ടവർ. ഇവിടെ ഒരു ഫോറസ്റ്റ് വാച്ചറുണ്ട്, ആൻ്റണി ചേട്ടൻ. അദ്ദേഹം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കണം. വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് മുന്നേ കടന്നു വന്ന ആളുകൾ അതാ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്നും ഒരു 500 മീറ്റർ താഴോട്ട് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടേക്കും കൂടി പോകുന്നുണ്ട്. അത് കുറച്ചുകൂടി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഇറക്കമാണ്. എന്തായാലും അവിടെയും കൂടി ഒന്ന് പോകാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. താഴെ കാണുന്നതാ ഒരു കൈവരി വെച്ച സ്ഥലം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ താഴെയുള്ള വ്യൂ പോയിൻ്റ്. വളരെ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ. ആ പോയിൻറ്റിൻ്റെ 3 ഭാഗവും വലിയ കൊക്ക പോലെയുള്ള സ്ഥലമാണ്. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഇതാണ് അവിടെ നിന്നുള്ള കാഴ്ച. വളരെ ഭംഗിയിൽ തന്നെ നമുക്ക് ഈ മലമടക്കുകളെ വീക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ വ്യൂ പോയിൻറ്റിൻ്റെ പ്രത്യേകത. ചുറ്റിലും പച്ചപ്പ് നിറഞ്ഞ, ഹരിതാഭയും പച്ചപ്പും നിറഞ്ഞ വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. പൈതൽ മലയുടെ ഒരു ചുരുങ്ങിയ ചരിത്രം പറഞ്ഞാൽ നമുക്ക് ഈ മലയുടെ മുകളിൽ വന്നാൽ വൺ സൈഡ് ഇനി 5 കിലോമീറ്റർ ദൂരം നടന്ന് കാണാനുണ്ട്. അതായത് പൈതൽ മലയുടെ മെയിനായിട്ടുള്ള ഭാഗങ്ങൾ അത് നമ്മൾ വന്നു കയറുന്ന എൻഡിൽ നിന്ന് മറുഭാഗത്തേക്ക് നോക്കിയാൽ കാണാം ആ വലിയ മലനിരകൾ. ഏകദേശം ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ നടന്നാൽ വൺ സൈഡായിട്ട് നടന്നാൽ പൈതൽ മലയുടെ അങ്ങേ എൻഡിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അവിടെയാണ് പണ്ട് രാജാവ് വനവാസം ചെയ്ത സ്ഥലം. രാജാവ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 500 വർഷങ്ങൾക്ക് മുമ്പ് ഏഴിമല ആസ്ഥാനമായിട്ട് താമസിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ ലാസ്റ്റത്തെ രാജാവായിരുന്ന വൈതൽകോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് വനവാസം ചെയ്ത മലയാണിത്. അതുകൊണ്ട് ഈ മലയെ രാജാവിൻ്റെ പേരിനോട് ചേർത്ത് വൈതൽ മല എന്ന് വിളിച്ചു പോന്നു. പിൽക്കാലത്ത് നമ്മുടെ ഈ മലയോട് ചേർന്ന് ഇതിൻ്റെ വടക്ക് ഭാഗത്തായിട്ടുള്ള കർണാടക സ്റ്റേറ്റ് കൊടക് ഡിസ്ട്രിക്റ്റിൻ്റെ കൂർഗ് മലനിരകൾ എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് 5000 അടി 6000 അടിയൊക്കെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ്. അപ്പോൾ ആ വലിയ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു മലയാണ് നമ്മുടെ മല. അതുകൊണ്ട് ഈ മലയെ പൈതൽ മല എന്ന് വിളിച്ചു പോന്നു. പൈതൽ എന്ന് പറയുമ്പോൾ കുട്ടി അല്ലെ ചെറുത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. ഇനി നമ്മൾ വന്നു കയറി എൻ്റെ നിന്ന് 1/2 കിലോമീറ്റർ നടന്ന് നമ്മളിപ്പോൾ വാച്ച് എത്തിച്ചേർന്നു. എന്നാൽ ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് തന്നെ നോക്കിയാൽ നമുക്ക് ആദ്യം കാണാവുന്ന മരങ്ങൾ നിൽക്കുന്ന മലയുടെ മുകൾ ഭാഗം തൊട്ട് അപ്പുറത്തേക്ക് കർണാടക സ്റ്റേറ്റ് കൊടക് ഡിസ്ട്രിക്റ്റിൻ്റെ കൂർഗ് മലനിരകളാണ്. അതായത് നമുക്ക് കാലാവസ്ഥ ക്ലിയർ ആയിരുന്നുവെങ്കിൽ ഈ മലയുടെ മുകളിൽ കൂടെ യാത്ര ചെയ്താൽ കർണാടകത്തിലെ 100 കണക്കിന് മലനിരകൾ, 10,000 കണക്കിന് ഏക്കർ സ്ഥലം, വിശാലമായ പുൽമേടുകളും വനപ്രദേശങ്ങളും നേരിൽ കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. ഇനി ഈ ഭാഗത്തേക്ക് നോക്കിയാൽ കാലാവസ്ഥ ക്ലിയർ ആയിരുന്നുവെങ്കിൽ, ഇപ്പോൾ ക്ലിയർ അല്ല, കേരളത്തിൻ്റെ ഭാഗമൊന്നും ക്ലിയർ അല്ല, ലോങ് ആയിട്ടുള്ള കാഴ്ചകൾ കിട്ടുകയില്ല. അല്ലെങ്കിൽ നമുക്ക് തലശ്ശേരി മുതൽ കാസർഗോഡ് വരെയുള്ള കടലിൻ്റെ ഭാഗങ്ങൾ കാണാം. പിന്നെ കണ്ണൂർ ടൗൺ, പയ്യാമ്പൽ ലൈറ്റ് ഹൗസ്, വളപട്ടണം പുഴ, മട്ടന്നൂർ വിമാനത്താവളം, ഏഴിമല നാവികക്കടമട വ്യൂ, പയ്യന്നൂർ, കണ്ണാട് ബേക്കലിൻ്റെ ഭാഗങ്ങൾ, കാസർഗോഡിൻ്റെ ഭാഗങ്ങൾ. ഇനി നേരെ അങ്ങ് ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് കോഴിക്കോട് വയനാട് മലനിരകൾ, അതായത് താമരശ്ശേരി ചുരം റോഡ് പോകുന്ന മലനിരകൾ കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് 4500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലയുടെ മുകളിൽ വന്നാൽ കേരളത്തിലെ 4 ജില്ലകളുടെ ഭാഗങ്ങൾ കാണാം, അറബിക്കടൽ കാണാം, കർണാടക കാണാം. അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാഴ്ചകളും അതൊക്കെയാണ് ഇതിൻ്റെ മുകളിലെ കാഴ്ചകൾ. 2014 വരെ 5 പൈസ പോലും ടിക്കറ്റ് ഇല്ലാതെ എല്ലാവരും ഫ്രീ ആയിട്ട് കയറ്റിക്കൊണ്ടിരുന്നു. 2014 ആയപ്പോഴത്തേക്ക് സംഭവിച്ചു പോയെന്ന് വെച്ചാൽ കുറേ മുതിർന്ന ആൾക്കാർ വന്നാൽ കുറേ ലിക്വിഡായിട്ട് വന്നാൽ ഒരു വിഷയം വെള്ളടി, ഒരു വിഷയം കിട്ടുകയും, ഒരു വിഷയം കിളിക്കുത്ത്, ഒരു വിഷയം കഞ്ഞിക്കുന്നു, ഒരു വിഷയം കഴിക്കുന്നു, ഒരു വിഷയം പിടിക്കണമെങ്കിൽ പാനത്തി ഇടുന്നു. പിന്നെ ഈ പാനത്തി കൊണ്ട് ഇവിടെ വന്ന് ദിവസങ്ങളോളം തങ്ങിക്കൊണ്ട് ഇതിൻ്റെ ഒരു കമ്പ്ലീറ്റ് കഷ്ണം, ഫില്ലറിൻ്റെ കഷ്ണമില്ലാതെ മൊത്തം തകർത്ത് കളഞ്ഞു. ഈ 18-20 കട്ടി പണിതിരിക്കുന്ന ഈ ബിൽഡിങ്ങിൻ്റെ 50% തകർത്തു. ഇത് ഈ കാണുന്ന വിള്ളൽ, അപ്പുറം കാണുന്ന വിള്ളലിൻ്റെ സെൻറ്റർ ഭാഗം ഭിത്തി ഒട്ടുമില്ലായിരുന്നു. ഈ കാണുന്ന വിള്ളലിൻ്റെ ഇപ്പുറത്തേക്ക് ഈ ഭാഗം ഒട്ടുമില്ലായിരുന്നു. മൊത്തം അടിച്ച് പൊടിച്ച് ഒക്കെ ചേർത്തത്. അന്ന് ഇന്ന് കാണുന്ന പുല്ലിൻ്റെ പകരം കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കും വെച്ചിട്ട് കൊണ്ട് നടന്നു. അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതൊന്നുമായിരുന്നില്ല. അന്ന് ലേഡീസിന് വരത്തില്ല, കുട്ടികൾക്ക് വരത്തില്ല, ഫാമിലിക്ക് വരത്തില്ല. ഇങ്ങനെ കച്ചറയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ മീഡിയേഴ്സ് വന്നു കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു തീരുമാനം, ഒന്നെങ്കിൽ വനത്തിൻ്റെ ഉള്ളിലേക്കുള്ള ടൂറിസം പൂർണ്ണമായിട്ട് നിരോധിക്കുക, അതല്ലെങ്കിൽ ടിക്കറ്റ് വെച്ച് വരുന്ന ആൾക്കാരെ ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് അവരുടെ ബീഡി, സിഗരറ്റ്, ലൈറ്റ്, സെക്യൂരിറ്റി, മധു, കാൺസ്, ലിക്കർ തുടങ്ങിയ മദ്യലഹരി പദാർത്ഥങ്ങളുണ്ടെങ്കിൽ എല്ലാം മേടിച്ച് പുറത്ത് വെച്ചിട്ട് പ്ലാസ്റ്റിക് കവറുകളുള്ള ₹1 മിഠായിയാണെങ്കിൽ അത് മുതൽ സ്നാക്സ് ഐറ്റംസുള്ള ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് പുറത്ത് വെച്ചിട്ട് നിരുപാധികം ആർക്കെങ്കിലും പോരാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ മാത്രം ഉദ്ദേശിച്ചാൽ മതി എന്ന് പറയുമ്പം മറ്റൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഭക്ഷണം എല്ലാ വീടുകളും കൊണ്ടുവരാം, അല്ലെങ്കിൽ പാത്രത്തിലോ ഇലയിലോ പേപ്പറിലോ തുണിസഞ്ചിയിലോ ബാഗിലോ എന്ന് പറഞ്ഞ ഒറ്റ ഡിമാൻഡ് പ്ലാസ്റ്റിക് കവർ കൊണ്ടുവരാൻ പാടില്ല. ഈ വേസ്റ്റ് അനുസരിച്ച് വാട്ടർ ബോട്ടിൽ എത്ര പേരും കൊണ്ടുവരാൻ അതിൻ്റെ എണ്ണം താഴെ കൊടുക്കണം, മടങ്ങി ചെല്ലുമ്പോൾ അവിടെ കാണിക്കും. ഇതാണ് ഇപ്പോഴത്തെ നിബന്ധന. ഈ നിബന്ധനയനുസരിച്ചാണ് 2015 ജനുവരി 1-ാം തീയതി വരെ ടൂറിസ്റ്റ് ആരംഭിച്ചു. അന്ന് മുതൽ ഞാനിവിടെ. ഈ ഇവിടെ വരുന്ന യാത്രക്കാരോട് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ഉപദേശം, അല്ലെങ്കിൽ അവരോട് പറയാനുള്ള എന്തെങ്കിലും ഒരു സന്ദേശം പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളത്? നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഒന്ന് സൂചിപ്പിച്ചു, നിങ്ങൾക്ക് ഭക്ഷണം എന്നാണെങ്കിലും കൊണ്ടുവരാം. അത് ഒന്നെങ്കിൽ പാത്രത്തിലോ ഇലയിലോ പേപ്പറിലോ തുണിസഞ്ചിയിലോ ബാഗിലോ ഒക്കെ ആയിട്ട് കുറച്ച് ഭക്ഷണം കരുതി കുറച്ച് വെള്ളവും കരുതി വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ മലയുടെ മുകളിൽ വന്നാൽ ഇവിടെ ഇപ്പം നിലവിൽ ഭക്ഷണം കിട്ടുമല്ല, ഉടനെ തന്നെ അതിനുള്ള സംവിധാനം ആക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി തൊട്ടാണ് ഇവിടെ പൈതൽ മല ഓപ്പൺ ചെയ്തത്. 3 മണിക്ക് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യും. 3 മണി വരെ വരുന്നവർ 5 മണിക്ക് മുമ്പായിട്ട് നിർബന്ധമായിട്ട് കൗണ്ടറിൽ എത്തിച്ചേരേണ്ടതുണ്ട്.
പിന്നെ ഈ വനത്തിലേക്ക് വരുന്നവർ പിന്നെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആക്കി അല്ല വേണ്ടത്. സ്പീക്കർ കൊണ്ടുവരാൻ പാടില്ല. പരസ്പരം കഴിയുമെങ്കിൽ വർത്താനം പോലും പറയാതെ വനവും വന്യജീവികളും ഒക്കെ ആയിട്ട് അങ്ങ് ചേർന്ന് വനത്തെക്കുറിച്ച് പഠിച്ച് പഠിച്ച് ഒക്കെ വരും. പിന്നെ വരുന്ന വഴിക്ക് ചെറിയ കുറ്റി കാടുകളൊക്കെ ഉണ്ട്. അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കണ്ടമാനം ചൊറിയുന്ന അലർജിയുള്ള ചെടികളുണ്ട്. അതിൻ്റെ ചില ചെടികളൊക്കെ ഇലയിലൊന്നും തൊട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ പനി പിടിച്ച് കിടന്നു പോകുന്ന ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്താണ് കുറ്റിക്കാട്ടിൽ അതിൻ്റെ നടക്കുന്ന ഒരു ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ രസമുണ്ടല്ലോ നമുക്ക് ഫോട്ടോ എടുത്തേക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇല തൊട്ടാലും അലർജിയുള്ള ഒരു ചെടിയുടെ ഇല തൊട്ടാൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അസ്വസ്ഥരാകും. ചിലപ്പോൾ ഒരു ആഴ്ച വരെ കിടന്നു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ. അതേപോലെ തന്നെ ഇവിടെ വന്ന ഈ ടൂറിസവുമായി അല്ലെങ്കിൽ ഇവിടെ വന്ന സഞ്ചാരികൾ ട്രക്കിങ്ങിന് വരുന്ന ആളുകളെ വന്യമൃഗങ്ങൾ ആക്രമിക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, വന്യമൃഗങ്ങളുടെ ശല്യം അങ്ങനെ വന്ന് ടൂറിസ്റ്റുകളുമായിട്ട് ഡയറക്റ്റ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ലോക്ക്ഡൗൺ സമയത്ത് രാത്രിന്നോ പകലൊന്നും ഇല്ലാതെ ജീവികൾ ഇറങ്ങുമായിരുന്നു. അതനുസരിച്ച് ലോക്ക്ഡൗൺ തീർന്നതിന് ശേഷം അത്യാവശ്യം കുറച്ച് ദിവസത്തേക്കൊക്കെ മൃഗങ്ങൾ പകൽ സമയത്ത് ഇറങ്ങുമായിരുന്നു. ആ ടൈമിൽ പിന്നെ അത്യാവശ്യം ജീവികളെ കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ആൾക്കാരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ അത്യാവശ്യം എല്ലാ ജീവികളും എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ ബസ്സിൽ ഇവിടെ കയറി വന്ന് നോക്കി ഏതെങ്കിലും ജീവികളുണ്ടോ എന്ന് നോക്കി. ജീവികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആന ഉൾപ്പെടെയുള്ള ജീവികളുണ്ടെങ്കിൽ ഒന്നാരെ കൗണ്ടർ ക്ലോസ് ചെയ്യും. പിന്നെ ഒറ്റയാളെ കയറ്റും. പിന്നെ പകൽ സമയത്ത് അമർസഞ്ചാർ ഉള്ളതിൻ്റെ പേരിൽ ജീവികളൊന്നും ഇറങ്ങാൻ സാധ്യതയില്ല. 99% ഇറങ്ങുകയാണ്. ഓക്കെ, താങ്ക് യു.